കൂട്ടുകാരെ, ജോസ്മിയാണേ. ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ വരുന്ന വഴി എൻ്റെ തലയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ട് ഓടി. സോ എനിക്ക് ആ ഒരു സമയത്ത് തോന്നി ചൂടാറാണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഡ്രസ്സ് പോലും മാറാതെ ഇപ്പം തന്നെ വന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ ഒരു കാര്യം സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് ആരെക്കുറിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെ പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമുള്ളൊരു ടോക്കാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, വേറെ ആരും കേൾക്കണമെന്നില്ല. എങ്ങനെയുള്ള പെൺകുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികൾ, അതുപോലെ വിവാഹ ജീവിതത്തോട് പ്രവേശിച്ച പെൺകുട്ടികൾ, അതുപോലെ അമ്മയായിട്ടുള്ള പെൺകുട്ടികൾ. ഇത്രയും പേരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടോ. അപ്പം സംസാരിക്കാൻ ഭയങ്കര വലിയ ആനക്കാര്യം എന്നൊന്നുമല്ല, എന്നാലും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയാൻ തന്നെ കാരണം എൻ്റെ ജീവിതത്തിലെ കുറച്ച് എക്സ്പീരിയൻസും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതും കൂടെ കണക്ട് ചെയ്തിട്ടാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇത് പറയാൻ ഇന്ന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഞാൻ ജിമ്മിൽ ഞാൻ പോകുന്നതിന് മുമ്പ് 0 ലെവൽ എനർജിയിൽ ഞാൻ നടക്കുമായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തന്നെ എനിക്ക് തീരെ പറ്റുന്നില്ല. നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ ഒരു കിളി പോയ ലെവലിൽ ഞാൻ നടക്കുന്നു, എനിക്കെന്തോ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല എന്നൊക്കെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഞാൻ ജിമ്മിൽ പോകേണ്ട സമയമായപ്പോഴത്തേക്കും ഞാൻ ജിമ്മിലൊന്ന് പോയി. ജിമ്മെന്ന് പറയുന്നത് എനിക്കൊരു ഹാപ്പിനെസ് തരുന്നൊരു സ്ഥലമാണ്. അത് അവിടുത്തെ വർക്കൗട്ടും കാര്യങ്ങളും കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു ഭാഗത്തുണ്ട്. എന്നാലും അവിടുത്തെ കുറച്ച് ആൾക്കാർ നമ്മളുമായിട്ട് അങ്ങനെ അത്രയും സെറ്റായി ഒരേ വൈബുള്ള ആൾക്കാർ, നമ്മളൊരു കോളേജ് ലൈഫൊക്കെ കിട്ടുന്ന ഒരു ഫീലാണ് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് അങ്ങനെ ഔട്ട് ഓഫ് മൈൻഡിൽ അല്ലെങ്കിൽ 0 ലെവൽ എനർജിയിൽ പോയ ഞാനിപ്പോൾ വീട്ടിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഫുൾ ആക്റ്റീവ് മോഡിലാണ്. അത് ഞാനിങ്ങനെ വരാൻ നേരത്താണ് ഞാൻ ആലോചിച്ചത്. കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഏത് മൈൻഡിലാണ് പോയതെന്നും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഞാൻ തലക്കൂടി ഞാനിപ്പോൾ എത്രത്തോളം ഞാൻ ആക്റ്റീവാണ്, ഞാൻ എത്രത്തോളം എനിക്ക് എനർജി ലെവൽ കൂടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നില്ല എന്ന് കൂടെ ഞാൻ തീരുമാനിച്ചിരുന്നത്, കാരണം ഇന്ന് എടുക്കുന്നില്ല, എന്നെ കൊണ്ട് ആവില്ല എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ ഇരുന്ന കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിക്കാൻ പോകുന്നതിന് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എനർജി കിട്ടിയത് എൻ്റെ ഒരു ഹാപ്പി പ്ലേസിൽ നിന്നാണ് കിട്ടിയത്. സോ അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോടും കൂടി എനിക്കൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ ഒരുപാട് തത്വങ്ങളും കൊണ്ട് പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നൊന്നുമല്ല. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പെൺകുട്ടികൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ സ്വന്തമായി കണ്ടെത്തി, നമ്മുടെ സന്തോഷം എന്താണ് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും നമ്മുടെ സന്തോഷം നമ്മൾ മാറ്റി വയ്ക്കാതെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ജീവിക്കുക, നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കുക. അതിനകത്ത് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ തിരിച്ചറിയാതെ നമ്മളത് വേറെ പല കാരണങ്ങളാൽ നമ്മളത് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പോയിന്റിൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ മൊത്തം നമുക്ക് വിട്ടുപോകും. അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര നല്ലൊരു സ്റ്റേജല്ല, ഭയങ്കര മോശപ്പെട്ട ഒരു സ്റ്റേജാണ്. ചിലർക്കത് സൂയിസൈഡ് ടെൻഡൻസി വളരെയധികം കൊണ്ടുവരുന്ന ഒരു സ്റ്റേജും കൂടി കേട്ടോ ഡിപ്രഷൻ. കാരണം നമുക്ക് ജീവിക്കാൻ താല്പര്യമില്ല, നമുക്ക് നിരാശയാണ്, നമ്മൾ എന്തിനു ജീവിക്കുന്നു, മുന്നോട്ട് നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്ന് വരെ നമുക്ക് തോന്നാൻ പാകത്തിനുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡൗൺ ആവും, നമുക്കൊന്നിലും ഒരു പ്രതീക്ഷയില്ല, നമുക്ക് എനർജി ഇല്ല, നമുക്കൊന്നിലും താല്പര്യമില്ല. അങ്ങനെയൊക്കെ അതൊരു ഭയങ്കര അവസ്ഥയൊക്കെ ഞാൻ അതിൽ കൂടെ കടന്നു പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകും. എങ്ങനെ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാതെ, നമുക്ക് ഇഷ്ടമില്ലാത്ത അറ്റ്മോസ്ഫിയറിൽ നമ്മളിങ്ങനെ ജീവിച്ച് ലാസ്റ്റ് മുരടിച്ചു പോയി ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുന്നത് വലിയൊരു ഭൂകമ്പത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ വരെ നമ്മൾ എത്തിക്കാതെ അതിനു മുന്നേ നമ്മുടെ സന്തോഷം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട്, ഞാൻ അടക്കമുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ലൈഫ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ കല്യാണം വരെ നമ്മൾ നമ്മുടെ പപ്പയുടെ അമ്മയുടെ ഒക്കെ രാജകുമാരിയായിട്ട് നമ്മളങ്ങ് വിലസി വാഴുവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരാൻ അമ്മമാരുണ്ട്, അടുക്കളയിലോട്ട് പോലും നമ്മൾ കയറാറില്ല, തിന്ന പാത്രം പോലും നമ്മൾ കഴുകാറില്ല. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി തരാൻ ആൾക്കാരുണ്ട്. ആക്ച്വലി നമ്മൾ വാഴുവാണ്, നമ്മളങ്ങ് സുഖിക്കുവാണ് നമ്മുടെ കല്യാണത്തിന് മുമ്പുള്ള ഒരു ലൈഫ്. അതുപോലെ നമുക്ക് ഇഷ്ടം, നമുക്ക് ഡാൻസിനാണ് താല്പര്യം, ഡാൻസ്, സ്പോർട്സുള്ളവർക്ക് സ്പോർട്സ്, സംഗീതമുള്ളവർക്ക് സംഗീതം, ഇതെല്ലാത്തിലും നമ്മൾ മാക്സിമം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ സമ്മാനങ്ങളെല്ലാം വാരിക്കൂട്ടി, ചിലർ കലാതിലകമാകുന്നു, അങ്ങനെ ഇങ്ങനെ കുറേ ട്രോഫികൾ അതെല്ലാം വാങ്ങി വെക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ജീവിതം എൻജോയ് ചെയ്ത് ഫ്രീഡം, നമുക്ക് ഒന്നിനും ഒരു തടസ്സമില്ല. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകി നടക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നത്. ആ ഒരു കടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായിട്ടുള്ളൊരു കടക്കലാണ്. അതുവരെ നമ്മൾ ജീവിച്ച നമ്മുടെ അപ്പനെയും അമ്മയും നമ്മുടെ നാടും നാട്ടുകാരും എല്ലാവരെയും വിട്ട് നമ്മൾ പുതിയൊരു അന്തരീക്ഷത്തിലോട്ട് നമ്മൾ തിരിക്കുകയാണ്.
പുതിയ ആൾക്കാർ. നമ്മുടെ ഒരു 24-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 22-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ നമ്മൾ കയറി ചെല്ലുന്നത് പുതിയ ഒരപ്പൻ, പുതിയൊരമ്മ, നമുക്കൊരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നു, പുതിയ കുറേ കുടുംബക്കാർ. ഇവരൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവരൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ അങ്ങോട്ടേക്കുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? അല്ലാതെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അതുവരെ ജീവിച്ച് വളർന്ന രീതിയായി നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ നമുക്കറിയത്തില്ല. അപ്പം ഇവിടെ പുതിയ വീട്ടിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭാര്യയായി, മരുമകളായി, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അമ്മയായി. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ച പെൺകുട്ടികളെല്ലാം ഭക്ഷണം ഉണ്ടാക്കണം. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഞാനൊക്കെ ഒരു ഭക്ഷണവും ഞാൻ ഉണ്ടാക്കുകയില്ല. എനിക്ക് ആകെ അറിയാൻ നേരം മുട്ട പൊരിക്കാൻ അറിയാം, നമ്മുടെ ഈ സള്ളാസൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്ക് പറയായിരുന്നു, വേറെ വീട്ടിൽ കല്യാണം കഴിച്ച് പോകേണ്ട വേണ്ട, നീ ഓർത്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നു, വേറെ ഒരു കുടുംബത്തിലേക്ക് വരുന്നു. നമ്മൾ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ കൂടെയും നമുക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതത്തിലോട്ടാണ് നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് കടക്കുന്നത്. അതുവരെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാതെ പുറത്ത് ഇറങ്ങി നടന്ന് ഫ്രണ്ട്സുമായി കൂട്ടുകൂടി വളരെ ആഘോഷമായി നടന്നിട്ടുള്ള ആൾക്കാരെല്ലാം പിന്നെ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ്, ഒരു ഭാര്യയായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുകയാണ്, അല്ലെങ്കിൽ ഒരു മരുമകളായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സങ്ങ് മുരടിച്ചിട്ട് പോകും. അതുമാത്രമല്ല, ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന കോണ്ടാക്ട് നമ്പർ, അവരുടെ മൊബൈൽ നമ്പറും കൂടെ അവർ ചേഞ്ച് ചെയ്ത് പുതിയ സിം കാർഡ് വരെ എടുക്കും. പലരും എനിക്ക് അങ്ങനെ അറിയാം കേട്ടോ, പുതിയ സിം കാർഡ് വരെ എടുക്കുന്നത്. കാരണം പഴയ ബന്ധങ്ങളൊന്നും പിന്നെ വേണ്ട, ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ബന്ധങ്ങളൊക്കെ മതി എന്നുള്ള ലെവലിലാണ് എല്ലാവരും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ നമ്പർ മാറ്റുന്നത്? കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്പർ മാറ്റാൻ പലരും നമ്പർ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് നമ്പർ മാറ്റുന്നത്? അതിൻ്റെ ഒരു ആവശ്യം എന്താ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പക്ഷെ അപ്പോൾ അവർ പറയുന്നുണ്ട്, ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടപ്പെടില്ല, ഹസ്ബൻഡ് പറഞ്ഞു പുതിയ നമ്പർ എടുക്കാൻ പറഞ്ഞു. അതായത് നമ്മുടെ പഴയ ബന്ധങ്ങളൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുക. ഇവർക്കതല്ല അവിടെ തന്നെ അങ്ങ് നിൽക്കുക, നമ്മുടെ പഴയ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളിങ്ങനെ പുതിയ ആളുകളുമായിട്ടൊക്കെ തന്നെ നമ്മളങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. ഞാനൊക്കെ എൻ്റെ നമ്പർ മാറ്റിയിട്ട് കൂടിയില്ല. എൻ്റെ നമ്പർ ഞാൻ അബുദാബി പോയതിന് ശേഷം, കട്ടായി പോയതിന് ശേഷമാണ് ഞാൻ പുതിയൊരു നമ്പർ ഞാൻ എടുത്തത് തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ച് തീർക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പൊട്ടിത്തെറിയിൽ ലാസ്റ്റ് ചെന്ന് അവസാനിക്കത്തുള്ളൂ. ആ ഒരു അവസ്ഥ വരെ നിങ്ങൾ വരുത്തി വെക്കരുത്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ, നമ്മുടെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാതെ വരുമ്പം, നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പം അതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തീർക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു ആ ഒരു സമയത്തെ വിഭ്രാന്തി അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഡിപ്രഷൻ എല്ലാം അനുഭവിക്കേണ്ടി വരും നമ്മുടെ കുഞ്ഞുങ്ങളും കൂടിയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കി വിടാൻ പാടില്ല. നമ്മളെ തന്നെ നമ്മൾ സ്വയം കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്താ നമ്മൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ തന്നെ കൊല്ലുക എന്ന് വേണം, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഞാനെന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ആണുങ്ങളുടെ സ്വഭാവം എന്നൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും പറയുമായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ വീട്ടിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വീട്ടിൽ ഞാൻ അങ്ങനെ അധികം ഇരുന്നിട്ടില്ല. ഞങ്ങളുടെ പള്ളി ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പിന്നെ സ്കൂളിൽ സ്പോർട്സ്, ആർട്സ്, അങ്ങനെ എല്ലാത്തിനും ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ബിസി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലെ പരിപാടികൾ, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അതിനെല്ലാം പോവും. വീട്ടിലുള്ള സമയം വളരെ കുറവ്. എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു ദിവസം ഫുൾ ടൈം ഇരിക്കേണ്ട വരുന്നത് തന്നെ ഭയങ്കര ബോറടിക്കുന്ന ഒരു ആളാണ് ഞാൻ. എനിക്കങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാക്സിമം ഞാൻ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പം കോളേജിലോട്ട് എത്തി നമ്മൾ ഫുൾ ടൈം പുറത്താണ്. അതുപോലെ രാത്രി കിടക്കുന്ന സമയത്തും അത് വൈകുന്നേര സമയങ്ങളൊക്കെയാണ്. ഞാൻ പഠിച്ചതൊക്കെ 1 hour ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തൊക്കെ. അപ്പം അങ്ങനെ ട്രാവലെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 6 മണി 6:30 ആവും. പിന്നെ പഠനം എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കിടക്കുമല്ലോ. പഠനമില്ല, കുളിയും പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കിടക്കും. പ്രയറെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കിടക്കും. അത്രയും സമയം നമുക്ക് കിട്ടാറുള്ളൂ. അപ്പം വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇരിക്കാറില്ല. അങ്ങനെ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും പിടിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരെ താല്പര്യമില്ല. മാത്രമല്ല എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭക്ഷണത്തിനോട് ഒരുപാട് താല്പര്യവുമില്ല. എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടമില്ല. എന്നോട് കുക്ക് ചെയ്യാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ചിലർക്ക് കുക്കിംഗ് ഭയങ്കര പാഷനായിട്ടുള്ളവരുണ്ടല്ലോ. ചിലരെ സംബന്ധിച്ച് എനിക്ക് അടുക്കളയിലുള്ള കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ അതേസമയത്ത് പുറത്തുള്ള എന്തെങ്കിലും ഒരു തൂമ്പെടുത്ത് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ കളിക്കും. പുറത്തോട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഞാനത് കൃത്യമായിട്ട് ഞാൻ ചെയ്യും. എനിക്ക് അകത്തെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ. അത് ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ രീതി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബ്ലഡിൽ കലർന്നിരിക്കുന്ന രീതി അങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ആകാൻ പാടില്ലല്ലോ. അപ്പം എൻ്റെ ഒരു പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും ആരും ഇടപെടാനില്ല. എൻ്റെ അപ്പച്ചനെന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടിയാണ് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നോണെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. ഞാൻ മാക്സിമം ഞങ്ങളുടെ വീട്ടിൽ ആമ്പിള്ളേരൊന്നുമില്ല, ഞങ്ങളുടെ പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ തന്നെ ഞാനാണ് കൂടുതലും ഈ ആമ്പിള്ളേർ എല്ലാ കാര്യങ്ങളും വാങ്ങാനും പെറുക്കാനും എല്ലാത്തിനും ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും എൻ്റെ കൂടുതൽ ആരും വരുമൊന്നുമില്ല. കാരണം ഞാൻ എങ്ങനെയും എത്തിപ്പെടുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. എനിക്കത്ര ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഡാൻസ്, സ്പോർട്സ്, പാട്ട് എല്ലാത്തിനും ഇൻവോൾവായി. അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതായിരുന്നു. അങ്ങനെ ഞാൻ ജീവിച്ച സമയത്താണ് ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ചാൻ നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയല്ല. ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അബുദാബിയിലോട്ട് പോകുന്നു. അബുദാബിയിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് നമ്മുടെ ലോകമാണ്. അവിടെ ആരും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനുമില്ല. ഇച്ചാനാണെങ്കിൽ തീരെ ഇടപെടത്തില്ല. അവിടെ ചെന്ന് ഞാൻ യൂട്യൂബ് പരിപാടികളും എനിക്ക് നമ്മുടെ ഡാൻസും പാട്ടും എല്ലാമായിട്ട് ഞാൻ മാക്സിമം ആക്റ്റീവായി അങ്ങനെ നടക്കുന്നു. നമുക്ക് വേണ്ടുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകുന്നു, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ട സമയത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ അകത്തുനിന്ന് ഉണ്ടാക്കേണ്ട സമയത്ത് അകത്തുനിന്ന് കഴിക്കുന്നു. പിന്നെ എപ്പോഴും കുക്കിംഗ് ഇല്ല അവിടെ. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാമെന്ന് പറയുമ്പം ഒരു വൺ ടൈം രാവിലെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ഞാൻ ക്ലോസ് ചെയ്യും. ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഈ ഓരോ സമയത്ത് ഓരോന്ന് വേണമെന്നോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു സമയത്ത് ഉണ്ടാക്കിയാൽ പിന്നെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് എനിക്കൊരു ബേർഡൻ ആയിരുന്നില്ല. ഇച്ചാനും ആണെങ്കിലും ലീവൊക്കെ ഒരു സമയത്ത് ഇച്ചാനാണെങ്കിലും ഉണ്ടാക്കാൻ കൂടും. എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളി ലൈഫായിരുന്നു കേട്ടോ അത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്, നാട്ടിലോട്ട് വരുന്നത്. നാട്ടിൽ വന്നത് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയമൊക്കെ ആയി, ഇൻറ്റീരിയർ തുടങ്ങുന്ന സമയത്താണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഹൗസ് വാമിങ് കഴിയുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഭയങ്കര തിരക്കാണ്. കാരണം വീട് പണിയുടെ തിരക്ക്, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആ സമയത്തേക്ക് വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഭയങ്കര തിരക്കിൽ പോകുന്നുണ്ട്. അങ്ങനെ തിരക്കി പോകുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വീട് പണിയെല്ലാം കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞ് വീട്ടിലോട്ട് കയറിയ സമയത്ത് അപ്പം തൊട്ട് കുറച്ച് നാളായപ്പോഴത്തേക്കും ഒന്നാമത് ഇച്ചായം കൂടിയില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിനെ വല്ലാതെ എന്തൊക്കെയോ അലട്ടാൻ തുടങ്ങി. കാരണം എനിക്ക് ആവശ്യമില്ലാണ്ട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയാണ്, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പോകുന്നു, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ടെന്ന് വെച്ചാൽ പുറത്തോട്ട് പോകുന്നുണ്ട്, അതായത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങനെ പോകുന്നു എന്നല്ലാതെ എൻ്റെ മൈൻഡിന് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ പാകത്തിന് ഒരു കാര്യം ഞാൻ ചെയ്തില്ല. കാരണം വീട്ടിലെ പണികളെല്ലാം തീർക്കുന്നു, നേരെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പുറത്ത് പോകുന്നു, വേഗം തിരിച്ചു വരുന്നു, പിന്നെ അടുത്ത പരിപാടികളായി, ബാക്കി പിന്നെ വീഡിയോസായി. അപ്പോൾ അങ്ങനെ ഫുൾ ഒരു ബിസി ലൈഫിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാനങ്ങനെ വീട്ടിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ല വീട്ടിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ തന്നെയായി. നമ്മുടെ യൂട്യൂബ് പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഞാൻ വീടിനുള്ളിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത്. പുറത്തേക്ക് ആളുകളുമായിട്ട് മിങ്കിളാകാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ എന്നെ മാനസികമായിട്ട് എന്നെ കുറേ ഡൗൺ ആക്കാൻ തുടങ്ങി. എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനോട് ഞാൻ പറയും, എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആണ്, ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിനോട് പറയും, പിന്നെ എന്താണ് സന്തോഷം കിട്ടുക എന്നുള്ളത്, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പാട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിലെ കൊയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നടക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ ആഴ്ചയിൽ വീക്കിലി വൺസ് അല്ലേ ഉള്ളൂ. എനിക്ക് ഡെയിലി ഇൻവോൾവ് ആകാൻ പാകത്തിന് എന്തെങ്കിലും ഒരു കാര്യം വേണം. എന്നാൽ ജോബിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. കാരണം ഞാനില്ലാതെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. അത് മാത്രമല്ല, തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ജോനെ കുറേ പഠിപ്പിക്കാനുണ്ട്. അപ്പം അങ്ങനെ അതൊരു പിള്ളേരുടെ കാര്യത്തിൽ മൊത്തത്തിൽ എല്ലാം കലബരി ആകുന്നതെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ജോബിന് പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചില്ല. യൂട്യൂബ് പരിപാടി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, എനിക്ക് ദേഷ്യം വന്നിട്ട് പാവം എൻ്റെ ജോൻ അതിനുവേണ്ടി കുറേ അനുഭവിച്ചു കേട്ടോ. അവനോടാണ് എൻ്റെ ദേഷ്യം മൊത്തം. പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കാൻ നേരത്തൊക്കെ നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ. അപ്പം പെട്ടെന്ന് പറയുന്നൊന്നും അനുസരിക്കാണ്ട് വരുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിനെ പിടിച്ച് കുറേ അടിക്കലും പിടിക്കലും എനിക്കൊന്നും അത് ഓർക്കാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീകരമായിരുന്നു കേട്ടോ. എനിക്കത് ഓർക്കാൻ കൂടി എനിക്കിഷ്ടമല്ല. അപ്പം ഈ ചാനലിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഡെയിലി ഇൻവോൾവ് ആകാൻ പാകത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അപ്പം പിന്നെ റെഡി ആകുമല്ലോ എന്നുള്ളത് പറയുന്നുമുണ്ട്. അപ്പം എനിക്ക് പക്ഷെ അത് എന്തിന് ചെയ്യണം, എന്തിനിറങ്ങണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുമില്ല.
അങ്ങനെ ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ പ്രാർത്ഥിച്ചു കേട്ടോ, ദൈവം എൻ്റെ മൈൻഡ് ഒന്ന് റെഡി ആവണം, എനിക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കില്ല, എനിക്ക് പറ്റുന്നില്ല. ഒന്നാമതെ കുക്കിംഗ് എനിക്ക് ചെയ്യേണ്ട വരുന്നു, കുക്കിംഗ് എനിക്ക് തീരെ ഇഷ്ടമല്ല, രാവിലെ എണീക്കേണ്ട വരുന്നു, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഞാൻ രാത്രിയിലാണ് എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും, ഒരു 12 മണി 1 മണിയൊക്കെ ഞാൻ ഉറങ്ങാൻ വേണ്ടി. അപ്പോൾ ജോന് രാവിലെ സ്കൂളിൽ പോകേണ്ട ഒരു 6 മണി ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ആ സംഭവം എനിക്ക് സത്യം പറയാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. കാരണം ഞാൻ ആ ഒരു സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നൊരു സമയം. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതെൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നടക്കില്ല, കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അതെനിക്കൊരു പ്രശ്നമാണ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യവും ബഹളവും അങ്ങനെയൊക്കെ. എനിക്ക് തന്നെ എന്നെ ഇഷ്ടമില്ലാത്ത ഒരവസ്ഥ. നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ ഞാൻ എത്തി കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയൊക്കെ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇച്ചാനൊക്കെ വിളിച്ചിട്ട് വെറുതെ കരച്ചിലാണ്, എന്തിനാണ് കരയുന്നതെന്ന് എനിക്കന്നെ അറിയത്തില്ല. അപ്പം ശരിക്കും നല്ലൊരു ഡിപ്രഷൻ്റെ ഒരു പീക്ക് സ്റ്റേജിലോട്ട് വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ചൂരൽമലയിലെ ഒരു ലാൻഡ് സ്ലൈഡൊക്കെ വന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ച കാര്യം, ആ ചൂരൽമലയിൽ ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത് ഞാനങ്ങനെ ഒലിച്ചു പോയാൽ മതിയായിരുന്നു. എത്രയോ ആ അമ്മമാരൊക്കെ ചെറുപ്പക്കാരൊക്കെ മരിച്ച സമയത്ത് ഞാനങ്ങനെ പോയാൽ മതിയായിരുന്നു. കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്? ഒരു ജീവിക്കാൻ വേണ്ടി ഒരു താല്പര്യമില്ലാത്ത ലെവലോട്ട് വരാൻ നമുക്ക് അങ്ങോട്ടേക്ക് മനസ്സങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അങ്ങനെ തകർന്നൊരവസ്ഥയിലെത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഫലം കൊണ്ടായിരിക്കും കേട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 ദിവസമായിട്ട് എനിക്കിങ്ങനെ വല്ലാത്ത തലകറക്കവും കാര്യങ്ങളും ഒക്കെ എനിക്കിങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഏതായാലും ഈ ചേനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും നോക്കാമല്ലോ എന്നൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടൊന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഷുഗർ എനിക്ക് കുറച്ച് കൂടുതൽ കാണിച്ചു. അപ്പം നമുക്ക് ഈ ഉറക്കമില്ലായ്മ വരുമ്പോഴത്തേക്ക് നമ്മുടെ BP-നെ ബാധിക്കും, ഷുഗറിനെ ബാധിക്കും, നമ്മുടെ ബോഡീനെ കംപ്ലീറ്റ് അത് ബാധിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഈ ഉറക്കമില്ല, കാരണം രാത്രിക്ക് മൊത്തം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ചിന്തകൾ മൊത്തം വേറെയാണല്ലോ. അങ്ങനെ എൻ്റെ BP എനിക്ക് ഡൗൺ ആവുന്നു. ഷുഗർ എനിക്ക് ഷുഗർ കൂടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു 160 180 അങ്ങനെ എൻ്റെ ഷുഗർ എത്തി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് വന്നപ്പോഴത്തേക്കുമാണ് എന്നാൽ പിന്നെ സൂംബ ക്ലാസ്സിന് പോയാലോ എന്നുള്ളൊരു തീരുമാനം വന്നത്. കാരണം സൂംബയ്ക്ക് പോവുകയാണെങ്കിൽ വർക്കൗട്ടും കൂടിയാണ്. അപ്പം എൻ്റെ ഷുഗർ കൂടുന്നത് എനിക്ക് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ BP കൂടെ നമുക്കൊന്ന് നോർമലാക്കാൻ പറ്റും, ഡൗൺ ആവുന്ന നോർമലാക്കാനും പറ്റുമല്ലോ എന്നുള്ളൊരിതിലാണ് ഞങ്ങൾ എന്നാൽ പിന്നെ ഇതിനകത്തോട്ട് ഇറങ്ങിയാലോ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ പോകുന്ന ജിമ്മിലോട്ട് ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്. അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ പോയി ജോയിൻ ചെയ്ത സമയത്ത് ഫസ്റ്റത്തെ 3-4 ദിവസമൊന്നും എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്കൊരു 3-4 ദിവസമായപ്പോഴത്തേക്കും നടുവിന് ചെറിയൊരു പണി കിട്ടി, ഞാൻ കിടപ്പിലായ ഇത്. അപ്പം അങ്ങനെ 2 ആഴ്ച ഞാൻ അങ്ങനെ കടന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി റിക്കവറായി ഞാനൊന്ന് ജിമ്മിലോട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എല്ലാവരുമായിട്ടൊന്ന് ഞങ്ങൾ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്താണോ അതുപോലെയുള്ള ആൾക്കാരാണ് മൊത്തം അവിടെ ഉള്ളത് എന്നുള്ളത്. പ്രായഭേദമന്യേ പലരും ഉണ്ട്. കല്യാണം കഴിക്കാത്തവരുണ്ട്, കല്യാണം കഴിച്ചവരുണ്ട്, 40+ ഉള്ളവരുണ്ട്, 50+ ഉള്ളവരുണ്ട്, 70+ ഉള്ളവരുണ്ട്, 30+ ഉള്ളവരുണ്ട്. അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് അവിടെ ഉള്ളവർ. പക്ഷേ ഇവരൊക്കെ എല്ലാം ഒരു 18 വയസ്സിൻ്റെ മനസ്സുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളവർ. എല്ലാവരും ഭയങ്കര കൂളായിട്ട്. അപ്പം ഞങ്ങളൊരു കുറച്ച് ആൾക്കാർ എന്താ പറയുക, എല്ലാത്തിനും കച്ചറ വേണ്ടതെല്ലാം പറയുന്നു, വേണ്ടാത്തെല്ലാം പറയുന്നു. ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് പോകുന്നു, അതുപോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഒരു കോളേജ് ലൈഫ് എനിക്ക് അവിടെ തിരിച്ചു കിട്ടിയ പോലെ. അപ്പം ഈ ഒരു ഗ്യാങ്ങിനെ എൻ്റെ അവിടെ കൈ കിട്ടി. കൂടുതൽ നമ്മുടെ വർക്കൗട്ടും കൂടിയുണ്ട്. വർക്കൗട്ട് എന്ന് പറയുമ്പം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബോഡിയിലെ മെഷർമെൻ്റ് എല്ലാം കുറഞ്ഞു. ഞാൻ എക്സൽ യൂസ് ചെയ്യേണ്ടത് ഞാൻ മീഡിയത്തിലോട്ട് വരേണ്ടി എത്തി. അപ്പോൾ അങ്ങനെ അതെല്ലാം കുറയുന്നു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരുമല്ലോ, നമ്മൾ സന്തോഷം. വയറുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം, അപ്പോൾ വയറെല്ലാം ചുരുങ്ങി. നമ്മൾ ആദ്യം ഞാൻ ടമ്മിട്ടൊക്കെ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്, പക്ഷേ അതൊന്നും ഇല്ലാണ്ട് ഇപ്പം നോർമൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ ഡ്രസ്സും ലൂസ് ആയതെല്ലാം ഞാൻ ടൈറ്റാക്കി ഇട്ടൊക്കെ നടക്കേണ്ട ഒരു അവസ്ഥ വരെ എനിക്കെത്തി. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം എക്സൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ലാർജ് ഓർഡർ ചെയ്തു. കാരണം എനിക്ക് മീഡിയം എന്ന് പറയുമ്പോൾ എൻ്റെ കറക്റ്റ് ബോഡിയായി, എനിക്ക് കുറച്ച് ലൂസ് വേണ്ടോട് ഞാൻ ലാർജിലോട്ട് ഞാൻ എത്തി. അപ്പം മീഡിയത്തിലോട്ടായി എൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു മനസ്സിലായി. പിന്നെ മാത്രമല്ല എനിക്ക് പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും എനിക്കത് വലിയ ഇഷ്ടമാണ്. ഡാൻസും പാട്ടും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ജിമ്മിൽ പോയി തുടങ്ങിയ ശേഷം നമ്മുടെ ഒരു സൂംബ പരിപാടി അവിടെയുണ്ട്. കാർഡിയോയും ഉണ്ട്, അതുപോലെ തന്നെ സൂംബയും ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നു. ഭയങ്കര സന്തോഷമല്ലേ, മനസ്സിന് ഭയങ്കര എനർജി, നമ്മൾ ആക്റ്റീവ് ആവുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്ന് ഇരിക്കുന്നു, വർത്താനം പറയുന്നു, കുറേ ചളി പറയുന്നു, കുറേ കോമഡി പറയുന്നു, അങ്ങനെ എല്ലാം ആക്കി നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ജിമ്മെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒരു എനർജി
ബൂസ്റ്ററാണെന്ന് വേണം എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങളുടെ ജിമ്മിലുള്ള എല്ലാവരും തന്നെ പറയും, വീട്ടിൽ തന്നെ ഇരുന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ജിമ്മിലോട്ട് വരുന്നത്. അപ്പം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് ചെയ്യുന്നു. അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടി എനിക്ക് ജിമ്മ് മുടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കോളേജ് ലൈഫിലോട്ട് പോകുന്നില്ലേ, കോളേജിലോട്ട് നമുക്ക് ഒരു ദിവസം മുടങ്ങിയാൽ കോളേജ് ലൈഫ് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുമ്പം ഒരു ദിവസം കോളേജ് ലൈഫ് മുടങ്ങിയാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് പറയും പോലെയാണ് എനിക്കിവിടെ. ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്, എല്ലാവരെയും കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് എനിക്കിപ്പം. ഇപ്പം ഞാൻ എൻ്റെ ഒരു മൈൻഡ് റെഡിയായി, എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിലോട്ട് ഞാൻ ഇറങ്ങി തിരിച്ച് ചെന്നപ്പോഴത്തേക്കും എനിക്കെന്താ എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമില്ലാത്ത ഞാൻ പറയും കുക്കിംഗ് എനിക്കിഷ്ടമല്ല, രാവിലെ എനിക്കിഷ്ടമല്ല, അതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമല്ല. അതൊക്കെ വഴിയിൽ ഞാൻ ചെയ്യും. കാരണം ഇതൊക്കെ ഞാനിപ്പം ആവേശത്തോടെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ പാടെ 10 മണിയാകുമ്പോഴത്തേക്കും നേരെ ഞാൻ ജിമ്മിലോട്ടാണല്ലോ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്കത് ചെയ്യാനുള്ള ഒരു ഉഷാർ എനിക്ക് കൂടുകയാണ്. കാരണം വേഗം ചെയ്തിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ബേർഡനായിട്ട് മാറുന്നില്ല. കാരണം എൻ്റെ ഹാപ്പിനെസ് അവിടെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, വേറെ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്ത് കാര്യത്തോട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും എനിക്കത് സന്തോഷത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നും എനിക്കൊരു മടിയായിട്ട് വരുന്നില്ല. അപ്പം ഫുൾ എനർജിയാണ്. ഞാനിപ്പോൾ തിരിച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കക്ഷീണമുണ്ട്. നമ്മൾ വർക്കൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുളിയെല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഉറക്കമൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ നല്ല ഉഷാറായിട്ട്, നമ്മൾ നല്ല ആക്റ്റീവായിട്ട്, ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു കാലത്തും ഈ ജിമ്മ് ഞാൻ നിർത്തൂല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് അത്രയും സന്തോഷവും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു ജിമ്മിൽ പോകുന്നതിന് എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരു ഈസി ആയിട്ട് ഞാൻ പോകുന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കുന്നു, അതുപോലെ ജോനെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു, 8 മണിയാകുമ്പോൾ അവൻ്റെ ഓട്ടം വരും, അവൻ വരുന്നു. അത് കഴിഞ്ഞ് പാടെ നമ്മൾ കറികളിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരി എല്ലാം ചെയ്ത ശേഷം ഞാൻ നേരെ ജിമ്മിലോട്ട് ഞാൻ വിടുവാണ്. സത്യം പറഞ്ഞൊരു വിശ്രമം കിട്ടിയിട്ടല്ല നമ്മൾ ജിമ്മിൽ പോകുന്നത്. നേരെ ജിമ്മിൽ പോകുന്നു. ജിമ്മിലെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വർത്താനം എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നേരെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിക്കുള്ളിൽ ഞാൻ ഇവിടെ തിരിച്ചെത്തും. അത് ഞങ്ങൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെന്ന് വൈകും, അല്ലെങ്കിൽ ഞാൻ ലേറ്റായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടെ വൈകും. അങ്ങനെയൊക്കെ മെഷീൻസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് വൈകും. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് കുളിക്കുന്നു. കുളിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു 2 മണി 2:30 കൂട്ടിക്കോ. അതിന് മുമ്പ് ഞാൻ വന്നപാടെ ജോഡുവിന് ഞാൻ ഭക്ഷണം കൊടുക്കും. കാരണം അവൻ ഞാൻ കൊടുത്താലേ ഭക്ഷണം കഴിക്കത്തുള്ളൂ, മമ്മി കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ വന്നപാടെ ഭക്ഷണം കൊടുക്കുന്നു. ആ കൊടുത്ത് ഞാനും എന്തെങ്കിലും കഴിക്കുന്നു, പിന്നെ കുളിക്കുന്നു. കുളിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 2 മണി 2:30 സമയമൊക്കെ ആവും. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ നേരെ വീഡിയോയിലോട്ട് ഇറങ്ങുവാണ്, വീഡിയോ എഡിറ്റിങ്ങിലോട്ട് ഇറങ്ങുവാണ്. അത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്ത് തീരുമ്പോൾ ഏകദേശം 5 മണിയാവും. കാരണം വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, കുറച്ച് അധികം ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം 5 മണി വരെ, അല്ലെങ്കിൽ 4:30 വരെയെങ്കിലും അത് ചെയ്യുന്നു. അതിനിടയിൽ ജോൻ വരുന്നുണ്ട്. അപ്പം ജോൻ വരുന്നു, പിന്നെ അവൻ കുറച്ച് നേരം കളിച്ചുമ്പോഴേക്ക് നടക്കുന്നു. പിന്നെ കറക്റ്റ് ഞാൻ പറഞ്ഞില്ല 5 മണി വരെ എൻ്റെ പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാൻ ഇറങ്ങുന്നു. ചായ കുടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ പിന്നെ ജോനെ അകത്ത് കയറ്റി കുളിപ്പിച്ച് അവനെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അവനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ 2 മണിക്കൂറത്തേക്ക് പഠിപ്പിക്കാനുണ്ടാവും. അങ്ങനെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണല്ലോ. അങ്ങനെ പഠിപ്പിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കലായി, അത് കഴിഞ്ഞ് പ്രയറായി, നേരെ കിടന്നുറക്കമാണ്. കിടന്നുറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കിടത്തി ഉറക്കാൻ വേണ്ടിയാണ് ഞാൻ കയറുന്നത്. ഞാൻ കയറിയാലും ഞാൻ എൻ്റെ വീഡിയോൻ്റെ ബാക്കിയുള്ള എഡിറ്റിങ്ങും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കമൻസിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ഇരിക്കുവാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിമ്മിൽ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എനിക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. ആ ഒരു സമയം കൂടി നമ്മുടെ വീഡിയോ പരിപാടിക്ക് വേണ്ടി എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആവും. പക്ഷേ ഞാനത് ഒഴിവാക്കാതെ ഇരിക്കുന്നത് എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ ജിമ്മിൻ്റെ ഈ ഒരു സമയം ഞാൻ കിടക്കാൻ എനിക്ക് സന്തോഷം കിട്ടുന്നത് ജിമ്മിലാണ്. നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ച് അതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്ന എന്താണോ അതിൽ നിങ്ങൾ ചെന്ന് ചേരുക. ഇപ്പം നിങ്ങൾക്ക് ഡാൻസിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ സൂംബയിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസിക്കൽ ഡാൻസേഴ്സിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡാൻസ് ടീച്ചറാണെങ്കിൽ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾ പോകുക. ഇപ്പോൾ ഓൺലൈനിൽ പോലും നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ സംഗീതത്തിൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഴിവ് നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പാട്ട് പാടി നമ്മുടെ പാട്ടുകളൊക്കെ നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. കരോക്കെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തിട്ട് നമുക്ക് പാടാവുന്നുള്ളൂ. ക്ലാസിക്കലായിട്ട് പഠിക്കാത്ത ഞാൻ തന്നെ എൻ്റെ പാട്ടുകൾ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്ലാസിക്കലായിട്ടൊക്കെ പഠിച്ച് നല്ല ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്യുക. ഇനി സ്പോർട്സിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്തോട് ജിമ്മിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ഡാൻസിൻ്റെ റീൽസിൽ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിൽ അടച്ചുകൂടി പിള്ളേരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഒരു മെൻ്റൽ റിലീഫ് കിട്ടുന്നത് ജിമ്മിൽ വരുമ്പോഴാണ്, നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോഴാണ്. അതിനുവേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. വീട്ടിൽ തന്നെ അടച്ചുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മുരടിച്ച് പോകൂലേ, അത് മാറാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ. അല്ല ആരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടോ ഭയങ്കര വണ്ണം വെച്ചുകൊണ്ടോ അങ്ങനെയായിട്ട് വരുന്നവരൊന്നും അല്ല. എല്ലാവരും മെൻ്റൽ റിലീഫിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ വരുന്നത്. കാരണം ആ ഒരു കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സന്തോഷം എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടെത്തുക.
ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മൈൻഡ് വിട്ടുപോയി. എൻ്റെ മോൻ അതിൻ്റെ സത്യം പറഞ്ഞ് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇച്ചാനൊക്കെ ശരിക്കും പറയാം, എനിക്ക് എപ്പോഴും ദേഷ്യവും കരച്ചിലും മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഓവർകം ചെയ്ത് ഇപ്പം ഞാൻ ചിരിച്ച് ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ നടക്കുന്നത് ഞാൻ ഈ ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അത് ഷുഗറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പിന്നെ നോർമലായി. പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറിയ എൻ്റെ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഡയറ്റൊക്കെയാണ്. 6 കിലോയൊക്കെയാണ് എൻ്റെ കുറഞ്ഞു പോയത്. അത് ഞാൻ വലിയ ഹെവി ആയിട്ട് ചെയ്തിട്ടൊന്നുമല്ല, നോർമലായിട്ട് ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് 6 കിലോ ഒക്കെ എൻ്റെ കുറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. സോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലെ 0 എനർജിയിൽ ഞാനിവിടെ പോയിട്ട് ഞാൻ തിരിച്ച് വരുന്നത് ഫുൾ പവർ ഓൺ ആയിട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നിങ്ങളോട് ഇത് പറയണം. കാരണം നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വെച്ച് നടക്കരുത്. അവരെന്ത് വിചാരിക്കും. പിന്നെ എനിക്ക് ഡാൻസ് എനിക്കിഷ്ടമാണ്. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ റീൽസൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്നും ആൾക്കാരിങ്ങനെ ചുമ്മാ ഓരോന്ന് പറയുന്ന കമൻറ്റുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഈവൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞതാണ്, നിനക്ക് 30 വയസ്സ് കഴിഞ്ഞതാണെന്ന് നീ ആലോചിച്ചോളം കേട്ടോ, നീ ഈ തുള്ളിക്കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ഡിസ്കറേജാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ കാണുമ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേടി നീ എന്തൊരു ഭാഗ്യവതിയാണ്, നീ കല്യാണവും കഴിഞ്ഞു പിള്ളേരുമായി എന്നിട്ടും നീ ഇതൊക്കെ ചെയ്ത് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അസൂയാവും. കാരണം അവർക്കൊന്നും പറ്റുന്നില്ല. കലാതിലകമായ ഫ്രണ്ട് വരെ എനിക്കൊക്കെ ഉണ്ട്. പക്ഷേ അവളൊക്കെ വീട്ടിലിങ്ങനെ മക്കളെ നോക്കി മാത്രം ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റേതായ വിഷമങ്ങളൊക്കെ അവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹാപ്പിയായി അതും ഇതും ചെയ്തൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും കഴിവുകളും ഉള്ളിൽ അടക്കി പിടിച്ച് ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും, സത്യം പറഞ്ഞാൽ കല്യാണം ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കൂല, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെ തന്നെ ജീവിക്കുന്നതായിരുന്നു നല്ലത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ചിന്ത മാറിയത് എന്തുകൊണ്ടാണ്, എൻ്റെ സന്തോഷം എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് അതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ്. കാരണം ഡാൻസ് ഒക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ കുറേ ആൾക്കാർ പറയും നമ്മൾ അമ്മച്ചിമാർ തുള്ളാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതൊക്കെ, ഇവരുടെ ആരുടെയും ചിലവിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡാൻസിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റീൽസ് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തിട്ടോ നിങ്ങളങ്ങ് ചെയ്യുക. മറ്റുള്ളവരെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കുറ്റം പറയാൻ ഒരു 100 ആൾക്കാരുണ്ടാവും. എന്നെ ഉന്തിയിടുവാണ്. കുറ്റം പറയാൻ ഒരു 100 ആൾക്കാരുണ്ടാവും. അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇവരുടെ ഒന്നും ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കുന്നത്, അല്ലെ നമ്മുടെ ഭർത്താവിൻ്റെ ചിലവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും സന്തോഷം. നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻ ഇല്ലേ, എന്നാലും സന്തോഷത്തോടെ നമ്മുടെ സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് കുറച്ചധികം ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ സന്തോഷങ്ങളും എല്ലാം മാറ്റി വെച്ച് ജീവിക്കുന്നവരുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. ആർക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും നമ്മുടെ സന്തോഷം നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. പുറകിൽ നിന്ന് നമ്മളെ കളിയാക്കാനും ചീത്ത പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡാൻസ് കളിക്കുന്നതിൽ ഞാൻ റീൽസ് ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ കളിയാക്കാൻ അമ്മച്ചിമാരെ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ മൈൻഡിൻ്റെ ദാരിദ്ര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും വികസിച്ചിട്ടില്ല. അവരേതോ ഒരു പണ്ട് കാലത്ത് ജനിച്ചവർ ഇതുവരെ അവിടുന്ന് ബസ് പിടിച്ച് വരാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പറയുന്ന ഒരാൾക്കാരുണ്ട്, അമ്മച്ചിമാരെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ പേക്കൂത്ത് കാണിക്കുന്നത് പറയുന്നവരുണ്ട്, കോപ്രായങ്ങൾ കാണിക്കുന്നത് പറയുന്നവരുണ്ട്. ഇതൊക്കെ ആര് മൈൻഡാക്കുന്നു? ആരും മൈൻഡാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് അവർക്കൊരാശ്വാസം കിട്ടുന്നു. നമ്മളത് മൈൻഡാക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ നടക്കുന്നു. എൻ്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാനാണ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണം. ഒരു റിഗ്രറ്റും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തിട്ടാണ് നമ്മൾ മരിച്ചത് എന്ന് നമുക്ക് തന്നെ തോന്നണം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണായി ജനിച്ചു എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഒരു സ്വപ്നങ്ങൾക്കോ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾക്കോ ഒരു ലിമിറ്റും ഇല്ല. അവിടെ ഒരു ബോർഡർ ലൈനും ഇല്ല. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുക. ഇപ്പം ആണുങ്ങൾ വിവാഹം കഴിഞ്ഞൊന്നും കരുതിക്കൊണ്ട് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് സപ്പോർട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആരും അങ്ങനെ നീ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരൊന്നും ഇല്ല. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. ഇപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ പറയും. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നതെന്ന് പറയും. ഈ മക്കളെ നമ്മൾ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഈ മക്കൾ അവരുടെ കാര്യം നോക്കിക്കൊണ്ട് പോകും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആവത്തുള്ളൂ. നിങ്ങളുടെ ഈ സ്വപ്നങ്ങളും നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളും നിങ്ങളുടെ കഴിവുകളും അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ പൊതിഞ്ഞ് പിടിച്ച് നിൽക്കുന്ന ഈ മക്കൾ തന്നെ നമ്മളോട് ചോദിക്കും, അമ്മ എന്താണ് സാധിച്ചെടുത്തിട്ടുള്ളത്, അമ്മ എന്താണ് ചെയ്തിട്ടുള്ളത്, അമ്മയ്ക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് എന്താ പണിയുണ്ടായിരുന്നെന്ന് ഇവർ തന്നെ ചോദിക്കും. അവരങ്ങനെ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ തകർന്നു പോകും. അപ്പം അങ്ങനെ ഒരു ചോദ്യത്തെ നമ്മൾ വരുത്താതെ നമ്മൾ
ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുകൾ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ കഴിവുകളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കാതിരിക്കുക. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പം ചിലരുണ്ടാവും ഭർത്താവിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ അടക്കി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ സാധിച്ചെടുക്കുക തന്നെ വേണം. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സാധിച്ചെടുത്തുള്ളൂ. ഞാനും നിസ്സാരമായിട്ടൊന്നുമല്ല ഞാനിങ്ങനെ നടക്കുന്നത്. എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്താൻ ഞാനൊരു സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളും ആയിരിക്കണം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ളതൊന്നും ഒരു തടസ്സമല്ല. അതിനൊക്കെ വഴികളുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ച ആ വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ വഴികൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. മനസ്സ് തുറന്ന് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. രാത്രി കിടക്കാൻ നേരത്ത് ഒരു ചിന്തയില്ലാതെ സമാധാനത്തോടെ കിടക്കാൻ പറ്റുക. ചിരിക്കുമ്പം ഉള്ളിൽ നിന്ന് ചിരിക്കാൻ പറ്റുക. അതാണ് നമുക്ക് വേണ്ടുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെൺകുട്ടികളൊന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഇങ്ങനെ തീരാതെ നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുക.